ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെനിസുലയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം വെനിസുലയെ ചുറ്റിപ്പറ്റി കുറേ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. രണ്ട് മൂന്ന് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നൊബേൽ പീസ് പ്രൈസ് നേടിയ മച്ഡാവോ ആ ലേഡിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറച്ച് നടക്കുന്നുണ്ട്. കാരണം അവർ ഓസ്ലോയിൽ നോർവേയിൽ ഈ നൊബേൽ സമ്മാനം സമ്മാനിക്കുന്ന ആ ഒരു വേദിയിൽ നേരിട്ടെത്താൻ പറ്റിയില്ല. കാരണം അവരുടെ ഡോക്ടറാണ് അവിടെ എത്തി ഈ ഒരു സമ്മാനമൊക്കെ സ്വീകരിച്ചത്. പക്ഷേ നൈറ്റ് ടൈമിൽ അവരവിടെ എത്തി, സെലിബ്രേഷൻ ടൈമിൽ അവിടെ എത്തി. അപ്പോൾ അങ്ങനെ അതെങ്ങനെ എത്തി, എവിടെ എത്തി? കാരണം ഇവർ വീട്ടു തടങ്കലിൽ, ശരിക്കും കരുതൽ തടങ്കലിലായിരുന്നു ഇവർ വെനിസുലയിൽ. നിക്കോളാസ് മദുറോ എന്ന് പറഞ്ഞ വെനിസുലയുടെ ഇപ്പോഴത്തെ ഭരണാധികാരി ഇവരെ കരുതൽ തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്ന ആ ഒരു ടൈമിൽ എങ്ങനെയാണ് ഇവർക്ക് എസ്കേപ്പായി ഇവിടെ വരാൻ പറ്റിയത് എന്നുള്ളത് ഒരു ലൂപ്പ് ഹോളായിട്ട് കരുതപ്പെടുന്നു. അതെങ്ങനെ സംഭവിച്ചു, ഇവരെ സഹായിച്ചതാരാണ്, അങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ ഇപ്പം വെനിസുലയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. എനിവേ അതൊരു സൈഡിൽ നിൽക്കട്ടെ. പക്ഷേ അതിനേക്കാളും വലിയൊരു വിഷയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ മോഷണം. അതാണ് ഇപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഗ്ലോബലി തന്നെ വെനിസുലയുടെ ഒരു എണ്ണക്കപ്പൽ അമേരിക്ക മോട്ടിച്ചുകൊണ്ട് പോയി എന്നുള്ള ആരോപണമാണ് വെനിസുലയ്ക്കുള്ളത്. പക്ഷേ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അവർ എണ്ണ കടത്തുന്നു, അതുകൊണ്ട് ഞങ്ങൾ കപ്പലിനെ മൊത്തത്തിലും കടത്തി എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. An interesting day from the standpoint of news. As you probably know, we've just seized a tanker on the coast of Venezuela, a large tanker, very large. Largest one ever seized, actually. And other things are happening, so you'll be seeing that later and you'll be talking about that. അതായത് എണ്ണ കടത്തുന്നത് ഒരു സൈഡിൽ, അതായത് അവർ വെനിസുലയുടെ എണ്ണയാണ് അവർ കടത്തി മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊണ്ട് വിൽക്കുന്നത് എന്നുള്ള ആരോപണമാണ് അവിടെ വരേണ്ടത്. അല്ലാതെ വെനിസുല വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് എണ്ണ കടത്തിക്കൊണ്ട് വന്നതല്ല. വെനിസുലയുടെ എണ്ണയാണ് അവർ മറ്റുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ ടാങ്കർ ഫ്ലീറ്റിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അമേരിക്ക ഇന്റർഫെയർ ചെയ്ത് ഹെലികോപ്റ്ററിൽ പോയിട്ട് അതിൽ നിന്നും കയറിട്ട് തൂങ്ങി ഇറങ്ങി കപ്പലിലേക്ക് ഇറങ്ങി കപ്പലിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത്. അതായത് അതിന് ട്രംപ് കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ ആണ് അവർ എണ്ണ കടത്തുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ കപ്പലിനെ സീസ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. വെനിസുല മരുന്ന് കടത്തുന്നതാണ് പ്രശ്നം എന്നുള്ളത് നമുക്കറിയാം. മരുന്ന് കടത്തുന്നത്, അത് മരുന്ന് ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. അതുകൊണ്ട് അമേരിക്കൻ യങ്സ്റ്റേഴ്സ്, യുവാക്കളെ അത് ബാധിക്കുന്നു, യുവാക്കളുടെ ലൈഫിൽ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയാണ് അമേരിക്കയ്ക്കുള്ളത് എന്നാണ് നമ്മളുടെ ഒരു അറിവ്. ഈ എണ്ണ വിൽക്കുന്നത് ഒരു പ്രശ്നമായിട്ട് കരുതിക്കൊണ്ട് ഈ വെനിസുല എണ്ണ വിൽക്കുന്നത് മോറലി ഒരു വലിയ ബുദ്ധിമുട്ടുള്ള വിഷയമല്ല, എണ്ണയാണ് വിൽക്കുന്നത്. അപ്പം ആ ഒരു എണ്ണക്കപ്പലിനെ മോട്ടിച്ചുകൊണ്ട് പോയി ഇപ്പം അമേരിക്ക അവരുടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്നുള്ളതാണ് വെനിസുലയുടെ ആരോപണം. വെനിസുല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ എണ്ണക്കപ്പൽ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തരുമായിരുന്നല്ലോ. വെനിസുലയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ ഇതൊക്കെ. അതിനുവേണ്ടി ഇപ്പം ഇങ്ങനെ ഹെലികോപ്റ്ററിൽ വന്നിട്ട് രായ്ക്ക് രാമാനം ഇങ്ങനെ ഈ കപ്പലൊക്കെ മോട്ടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് വെനിസുലയുടെ ചോദ്യം. ഈ വെനിസുല ഇങ്ങനെ പേടിപ്പിച്ച് ഇപ്പം അടിക്കും, ഇതടിക്കും, നാളെ അടിക്കും, ഞങ്ങൾ തകർത്ത് എറിയാൻ പോവാണെന്നുള്ള രീതിയിലുള്ള ഡയലോഗ്സ് ആണ്, മാസ് ഡയലോഗാണ് എപ്പോഴും അമേരിക്കയുടെ പക്കൽ നിന്ന് വരുന്നത്. പക്ഷേ ചില നിർണായകമായിട്ടുള്ള മൂവ്മെന്റ്സ് അവർ നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ ഈ ഒരു നൊബേൽ സമ്മാന വേദിയും അതുപോലെ തന്നെ ഈ വെനിസുലയിലുള്ള ഭരണവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ച ടൈമിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു പൊളിറ്റിക്കൽ താല്പര്യം, ഒരു പൊളിറ്റിക്കൽ മാനദണ്ഡം ഇതിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾ അന്നേ വാർത്തയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ല, പല വാർത്താ മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഒരു അർത്ഥത്തിൽ. അപ്പം നമ്മൾ ഇന്ന് നോക്കുമ്പോഴത്തേക്കും ഓസ്ലോയിൽ ഈ നൊബേൽ സമ്മാനം റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരിയ മച്ഡാവോയ്ക്ക് അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ ഒരു ടൈമിൽ അവർ എങ്ങനെ രക്ഷപ്പെട്ട് വരാം എന്നുള്ളതിനെ കുറിച്ചുള്ള മാർഗരേഖ തയ്യാറാക്കിക്കൊണ്ടിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അവരുടെ ഡോട്ടർ അതേസമയം ഓസ്ലോയിലെത്തി ഈ ഒരു സമ്മാനം കൈപ്പറ്റുകയും ആ ഒരു ടൈമിൽ ഈ അമ്മയെക്കുറിച്ചുള്ള ഒരു വിഷമവും ദുഃഖമൊക്കെ അവർ ആ സ്റ്റേജിൽ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് ഈ നൊബേൽ സമ്മാന കമ്മിറ്റിയിലുള്ള റെപ്രസെൻറ്റേറ്റീവ് പറയുകയാണ്, ആ സ്റ്റേജിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഓർഗനൈസറാണ് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വെനിസുലയിൽ നിങ്ങളുടെ മദറിനെ ഒരു ഭരണാധികാരിയായിട്ട് വൈകാതെ ഞങ്ങൾ കാണും, ഞങ്ങൾ അതിനുവേണ്ടി തന്നെയാണ് ഈ ഒരു നൊബേൽ സമ്മാനം അവർക്ക് കൃത്യമായി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവരിങ്ങനെ തന്നെയാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും ഈ മരിയ മച്ഡാവോ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അവർ രഹസ്യമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പലരുടെയും കണ്ണു വെട്ടിച്ച് ഒരു ചെറിയ ഉപദ്വീപിലെത്തി അവിടെ നിന്ന് ഒരു ഹെലികോപ്റ്ററിലൂടെ എസ്കേപ്പായി ഒരു ഫ്ലൈറ്റ് പിടിച്ച് നേരെ
നോർവേയിൽ എത്തിയതായിട്ടാണ് വാർത്തകൾ പറയുന്നത്. പക്ഷേ ഇത് ഭയങ്കരമായിട്ടുള്ള എസ്കേപ്പ് പ്ലാൻ ആയിപ്പോയി. കാരണം കരുതൽ തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരാൾ എസ്കേപ്പ് ആയി പോകാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് വെനിസുലയുടെ നിക്കോളാസ് മദുറാവോന്റെ തന്നെ ഒരു പ്രീ പ്ലാനിങ് ആണോ എന്നുള്ള ഒരു ഡൗട്ടും കൂടി മറ്റൊരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതായത് സ്വമേധയാ രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ആള് തന്നെ സ്വമേധയാ മൈൻഡ് ചെയ്യേണ്ട, വിട്ടോളൂ, പുള്ളിക്കാരി പൊക്കോട്ടെ എന്നുള്ള ഒരു തീരുമാനം എടുത്തതാവാം എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. കാരണം പറഞ്ഞിരുന്നത് അങ്ങനെയാണല്ലോ, ഈ നാട് വിട്ടു പോയി സമാധാനത്തിന് നൊബേൽ സമ്മാനമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ രാജ്യത്തേക്ക് മടങ്ങി വരണ്ട എന്നുള്ള രീതിയിലൊക്കെ പറച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് സംഭവം എന്ന് നമുക്കറിയില്ല. ഇപ്പം നിലവിൽ ഇതാണ് വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ്. ശരിക്കും അമേരിക്കയ്ക്കും വെനിസുലയ്ക്കും ഇടയിൽ നല്ല രീതിയിലുള്ള ക്ലാഷ് രൂപപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ നേരെ കൊളംബിയ, ഇതിന്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നു. കൊളംബിയ, ഇക്വഡാർ, അങ്ങനെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇപ്പം നിക്കോളാസ് മദുറാവോ കോൾ ഫോർ ചെയ്തിരിക്കുകയാണ്. അതായത് ഇന്ന് വെനിസുലയ്ക്ക് വന്ന ഗതി നാളെ നിങ്ങൾക്കും വരും. അതുകൊണ്ട് ഇവിടെ മരുന്നോ മാഫിയോ അങ്ങനെ ഒരു സംഗതികൾ ഇവിടെ ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണ് അമേരിക്ക ഈ രീതിയിൽ പെരുമാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാലത്തും അവർ കാണിക്കുന്ന ഡോമിനേഷൻ, അതാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഏകാധിപത്യ മാനസിക അവസ്ഥയാണ് അമേരിക്കയെ നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് വന്ന അവസ്ഥ നാളെ നിങ്ങൾക്കും വരാം. അതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വെനിസുലയ്ക്ക് വേണ്ടി അണിനിരക്കുക എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എത്രമാത്രം പ്രാക്ടിക്കലായിട്ട് നടക്കും, എത്ര രാജ്യങ്ങൾ വെനിസുലയെ സപ്പോർട്ട് ചെയ്യും, ഇതൊന്നും നമുക്ക് അറിയാത്ത വിഷയങ്ങളാണ്. നിലവിൽ ഇതാണ് വെനിസുല അമേരിക്ക അപ്ഡേറ്റ്. ഇനി അതുപോലെ തന്നെ കൊളംബിയയ്ക്കും ഇതേപോലെ തന്നെ ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പം കൊളംബിയ തിരിച്ചു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ മരുന്ന് മാഫിയകളെ കുറിച്ചാണ് നിങ്ങളുടെ അന്വേഷണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല റിച്ച് ആയിട്ടുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ലോകത്ത് പല മാഫിയ സിറ്റികളുണ്ട്, അവിടേക്ക് പോയിട്ട് നിങ്ങളുടെ അമേരിക്കയുടെ ഉള്ളിൽ ആരാണ് മരുന്ന് കയറ്റി അയക്കുന്നത്, ആ തലവന്മാർ എവിടെയുണ്ടെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. അല്ലാതെ അമേരിക്കയുടെ തൊട്ട് താഴെയുള്ള ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ പിടിച്ചിട്ട് ഇവിടെ നിന്നാണ് എല്ലാ മരുന്നും അമേരിക്കയുടെ ഉള്ളിലേക്ക് വരുന്നുള്ള രീതിയിലുള്ള റോങ് ക്ലെയിം നടത്തരുതെന്നാണ് കൊളംബിയയുടെ പ്രസിഡന്റ് ഗസ്റ്റാവോ പെട്രോ പറഞ്ഞിരിക്കുന്നത്. അപ്പം മരിയ കൊറീന വെനിസുലയുടെ പ്രസിഡന്റായിട്ട് മാറും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നൊബേൽ സമ്മാനം കൊണ്ട് അത് സാധ്യമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങളിൽ റെജിം ചേഞ്ച് നടത്തണം എന്നുണ്ടെങ്കിൽ എവറി ഇയർ ഒരു റെജിം ചേഞ്ച് നടത്താം. ആ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഇച്ചിരി സോഷ്യൽ വർക്ക്, കുറച്ച് പൊളിറ്റിക്സ്, ഇതെല്ലാം അറിയാവുന്ന കുറച്ച് ജനപ്രീതിയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് സമാധാനത്തിന്റെ നൊബേൽ പ്രൈസും കൊടുക്കുക. ഈസി ആയിട്ട് റെജിം ചേഞ്ച് നടക്കും. ആ ഒരു സൂചനയാണ് ഇപ്പം ഈ നൊബേൽ സമ്മാനം കൊണ്ട് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് വെളിവാകുന്നത്. ഇനിയിപ്പോൾ ട്രംപ് അവസാനിപ്പിച്ച തായ്ലാന്റ് കംബോഡിയ യുദ്ധം, ഇത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തായ്ലാന്റ് പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയല്ല, ഞങ്ങൾ ആര് വിളിച്ച് പറഞ്ഞാലും കേൾക്കില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വാർ ഗോൾസ് ഉണ്ട്, ശക്തമായ വാർ ഗോൾ ഉണ്ട്, വളരെ സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇത് പ്രധാനമായിട്ടും ഈ കംബോഡിയ തായ്ലാന്റിന്റെ ഇടയിലുള്ള ഒരു ടെമ്പിൾ സിറ്റി, അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട തർക്കപ്രദേശം. ആ ടെമ്പിൾ സിറ്റിക്ക് മുകളിൽ തന്നെ തായ്ലാന്റ് ബോംബിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. ഏത് ടെമ്പിൾ സിറ്റിയാണോ ഇവർക്ക് വേണമെന്ന് ഇവർ ആഗ്രഹിച്ചത്, ആ ടെമ്പിൾ സിറ്റി തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ഇവിടെ വെക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ഒരു 150 കിലോമീറ്ററോളം തായ്ലാന്റ് കംബോഡിയയുടെ സ്ഥലം കയറി പിടിച്ചിട്ടുണ്ട്. കംബോഡിയ പല സ്ഥലത്തും ചെറിയ രീതിയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കംബോഡിയയ്ക്കും ഡോമിനേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ തായ്ലാന്റാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. F-16 വെച്ചിട്ട് പറന്ന് ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ് തായ്ലാന്റ്. കംബോഡിയയ്ക്കാണെങ്കിൽ അത്രമാത്രം ആ ഒരു എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ റിട്ടാലിയേഷൻ ചെയ്യാൻ കഴിയുന്നില്ല. എന്നാലും കംബോഡിയയുടെ ഫോറിൻ റെപ്രസെൻറ്റേറ്റീവ് ചൈന വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ചൈനയുമായിട്ട് ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടത്തുകയാണ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അമേരിക്ക ഇതിനകത്ത് ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി ട്രംപ് പറഞ്ഞിരുന്നു, ഞാൻ ഫോൺ വിളിച്ച് സംസാരിക്കും തായ്ലാന്റുമായിട്ട്, എന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും എന്താണെന്നുള്ളത്. യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനുശേഷം കോൾ വിളിച്ചതായിട്ടോ അല്ലെങ്കിൽ തായ്ലാന്റുമായിട്ട് സംസാരിച്ചതായിട്ടോ ഒരു രീതിയിലുള്ള ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളും തപ്പി ഇരിക്കുമായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്റ് വരുമോ എന്ന് കരുതിക്കൊണ്ട്. പക്ഷേ ഒരു രീതിയിലുള്ള പോസ്റ്റും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് തായ്ലാന്റിന് ഒരു ഗ്രീൻ സൈൻ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, നീ കയറി അടിച്ചോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നോട്ട് വരേണ്ടതാണ്. കാരണം ഇനി ഇപ്പോഴെങ്ങാനും നൊബേൽ സമ്മാനമൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും അടി അങ്ങ് നല്ല രീതിയിൽ നടക്കട്ടെ, ഇച്ചിരി നല്ല രീതിയിൽ അടിച്ചങ്ങ് കൊഴുപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് പോയിട്ട് സമാധാനം നടത്താം എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കാം. കാരണം ട്രംപിനൊരു അബദ്ധം പറ്റി. എല്ലാ യുദ്ധങ്ങളും പെട്ടെന്ന് നേതാക്കളെ വിളിച്ചു വരുത്തി ഒപ്പിട്ട് അവസാനിപ്പിച്ചതുകൊണ്ട് യുദ്ധത്തിന്റെ ആ ഒരു തീക്ഷ്ണത ഈ നൊബേൽ സമ്മാന കമ്മിറ്റിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാകുന്നത് വരെ യുദ്ധം ഒന്ന് ആളി കത്തട്ടെ എന്നുള്ളതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വളരെ നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ ട്രംപ് നിർത്തിവെച്ച മറ്റൊരു യുദ്ധം ട്രംപ് നിർത്തിവെച്ച മറ്റൊരു യുദ്ധം ആഫ്രിക്കയിൽ, റുവാണ്ട കോങ്കോ. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇപ്പം റുവാണ്ട ഒരു സ്ഥലത്തിന് അവകാശം പറഞ്ഞിട്ടുണ്ട്. എവിടെ? കോങ്കോയ്ക്കുള്ളിൽ ഉവീറ. ഈ മാപ്പിൽ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് യാരോമാർക്ക് ടച്ച് ചെയ്യുന്ന സ്ഥലമാണ് ഉവീറ. ഈ ഉവീറ എന്ന് പറഞ്ഞ സ്ഥലം കോങ്കോയുടെയാണ്. ഇപ്പോൾ റുവാണ്ട പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങളുടെയാണ്, ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം വീണ്ടും കളി ഒന്നേന്ന് തുടങ്ങുകയാണ്. എവിടെ? റുവാണ്ട കോങ്കോ. ഇതും ട്രംപ് അവസാനിപ്പിച്ച ഒരു യുദ്ധമാണ്.
വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് മാർക്കോ റൂബിയൊക്കെ പോയി സംസാരിച്ച് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ എക്കണോമിക് മേഖലയിൽ ഭയങ്കരമായിട്ട് പുരോഗതി ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ രണ്ട് രാജ്യങ്ങളുടെ നേതാക്കളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ട്രംപ് മണിക്കൂർ കണക്കിലിരുന്ന് സംസാരിച്ച് ഗോൾഡ് കോയിനൊക്കെ സമ്മാനം കൊടുത്തുകൊണ്ട് നടത്തിയ ഒരു സമാധാന എഗ്രിമെന്റ് ആണ്. അപ്പോൾ ഇതും നോബൽ സമ്മാനത്തിന് ഒരു രീതിയിലുള്ള ഗുണവും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഇപ്പോൾ സമാധാനമായിട്ട് അവിടെ ഇരിക്കുകയാണ് വൈറ്റ് ഹൗസിൽ. ഇപ്പോൾ ഇവിടെ റുവാണ്ട കോങ്കോ അടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഉവീറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് തായ്വാൻ ചൈന ടെക് കോൺഫ്ലിക്റ്റ്. ടെക് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ തായ്വാനിൽ ഏറ്റവും വലിയ ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനിയുണ്ട്, TSMC എന്നാണ് അതിൻ്റെ പേര്. ഈ TSMC ഗ്രൂപ്പ് കുറേ നാൾ കൊണ്ടേ ചൈനയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് ചിപ്പ് കയറ്റുമതി ചെയ്യില്ല എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ചൈന നൈസിന് സ്പൈ വർക്ക് നടത്തി തായ്വാന്റെ ഉള്ളിൽ നിന്നും ഈ TSMCയിൽ എങ്ങനെയാണ് ചിപ്പ് നിർമ്മിക്കുന്നത് എന്നുള്ള ഒരു ടെക്നോളജി എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്താണ് ചെയ്യുക? ഇപ്പോൾ ഇത് ശരിക്കും ഒരു വലിയ രീതിയിലുള്ള ടെക് കോൺഫ്ലിക്റ്റ് ഇപ്പം രൂപപ്പെട്ടിരിക്കുകയാണ്. അതായത് തായ്വാന്റെ ഡോമിനേഷൻ ഇനി കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ചൈന തകൃതിയായിട്ട് ചിപ്പ് മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. അവരിപ്പം മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിപ്പ് എല്ലാം തന്നെ അതിൻ്റെ ടെക്നോളജി എല്ലാം തായ്വാന്റെ കയ്യിൽ നിന്നും ചോർത്തിയതാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ചൈന ആണെങ്കിൽ ചോർത്താൻ ഭയങ്കര മിടുക്കരാണ്, ഡ്യൂപ്ലിക്കേറ്റ് പണിയാൻ അതിനേക്കാളും മിടുക്കരാണ്. ഐഫോണൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഡ്യൂപ്ലിക്കേറ്റ് ഐഫോണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആപ്പിൾ കമ്പനി വെള്ളം കുടിക്കുമിരുന്നു. ആ രീതിയിലുള്ള മാനുഫാക്ചറിംഗ് ആണ് അവർ. ഡ്യൂപ്ലിക്കേറ്റിൽ മിടുക്കരാണ്. പണ്ട് തൊട്ടേ അവർ ഡ്യൂപ്ലിക്കേറ്റിന്റെ ആശാമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചിപ്പൊക്കെ മാത്രം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ചിപ്പ് ചവർ പോലെ, ഇനി മിക്സർ പാക്കറ്റ് പോലെ അങ്ങ് ചവർ പോലെ ചൈന അങ്ങ് അടിച്ചിറക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഈ സെമി കണ്ടക്ടർ എന്നൊക്കെ പറയുന്നതിൽ ഇനി ഏതെങ്കിലും ടെക്നോളജി ഇൻബിൽഡ് ചെയ്തുകൊണ്ടുള്ള ചിപ്പുകൾക്ക് മാത്രമാണ് ഡിസൈൻഡ് ചിപ്പുകൾ, അതായത് പ്രീ ഡിസൈൻ ആയിട്ടുള്ള ചിപ്പുകൾക്കാണ് ഇനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ നോക്കൂ, ട്രംപ് IBMന്റെ CEOനെ വിളിച്ചിട്ട് വൈറ്റ് ഹൗസിൽ ഇരുത്തിയിട്ട് വിരുന്ന് സൽക്കാരമൊക്കെ കൊടുത്തിട്ട് ചോദിക്കുകയാണ്, വലിയ മാസീവ് ആയിട്ടുള്ള രീതിയിൽ IBMന്റെ ചിപ്പ് മാനുഫാക്ചറിങ്, സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ഫാക്ടറി അമേരിക്കയുടെ ഉള്ളിൽ സ്ഥാപിക്കണം, ഒരുപാട് അമേരിക്കൻസിന് അതിൻ്റെ ഉള്ളിൽ ജോലി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും, എന്താണ് ഞാൻ ചെയ്യേണ്ട സഹായം, ഏത് രീതിയിൽ നമുക്ക് അമേരിക്കക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഡിസ്കഷൻസും അറിയാലോ. ട്രംപും വ്യാപാരം ചെയ്യുന്ന ആൾക്കാരും തമ്മിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ടോക്കാണ് ഉണ്ടാകുന്നത്. ആ രീതിയിൽ ഭയങ്കരമായിട്ട് പുകഴ്ത്തിക്കൊണ്ടുള്ള സംസാരങ്ങളൊക്കെയാണ് ഉണ്ടായത്. അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ടു ബാക്ക് രണ്ടുപേരും, നീ നല്ലവനാണ്, ഞാൻ നല്ലവനാണ്, നീ വളരെ നല്ലവനാണ്, ഞാൻ അതിനേക്കാളും നല്ലവനാണ്, ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി നമ്മൾ നേരെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, റഷ്യക്കുള്ളിൽ 300 ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഉക്രൈൻ. അതായത് ഈ സമാധാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു 5-6 പോയിന്റുകളൊക്കെ എഴുതി യൂറോപ്പുമായിട്ട് ഡിസ്കസ് ചെയ്ത് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സെലൻസ്കി ഇപ്പം നടത്തിയിരിക്കുന്നത് 300 ഡ്രോൺ വെച്ചിട്ട് 300 ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള മോസ്കോയ്ക്കുള്ളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 36ഓളം ഡ്രോൺ റഷ്യ തടഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഡ്രോൺ എല്ലാം തന്നെ മെയിൻ ആയിട്ടുള്ള ചില എനർജി മേഖലകളും, അതായത് റഷ്യയുടെ തെർമൽ പവർ പ്ലാന്റ് അത് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ മാസീവായിട്ടുള്ള ആക്രമണം, അത് ഒരു സൈഡിൽ നിന്ന് കത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ 2-3 റെസിഡൻഷ്യൽ ഏരിയയിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. പിന്നെ ക്രൈമിയയുടെ ഭാഗത്ത് ഒരു ഷാഡോ ഫ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് റഷ്യയ്ക്ക് അവരുടെ എണ്ണ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന, റഷ്യയ്ക്ക് അവരുടെ എണ്ണ കയറ്റി വിൽക്കുന്ന ടാങ്കർ ഫ്ലീറ്റാണ്. ഉക്രൈൻ അതിനെ വിളിക്കുന്നത് ഷാഡോ ഫ്ലീറ്റ് എന്നാണ്. കാരണം റഷ്യ ഇപ്പം അണ്ടർ സാങ്ഷനിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഷാഡോ ഫ്ലീറ്റ് എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ഈ ഷാഡോ ഫ്ലീറ്റിനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉക്രൈൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ഫ്ലീറ്റ് നിന്ന് കത്തുകയാണ്. ഈ കപ്പൽ ക്രൈമിയയുടെ ഭാഗത്ത് ആ പോർട്ടിൽ നിന്ന് കത്തുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഉക്രൈൻ നടത്തുന്നത്. ഇനി റഷ്യ തിരിച്ചടിക്കുമ്പോൾ കരച്ചിലായിരിക്കും. റഷ്യ തീവ്രവാദപരമായിട്ടുള്ള ആക്രമണമാണ് റഷ്യ നടത്തുന്നത് എന്നുള്ള കരച്ചിലും കൂക്കിവിളിയായിരിക്കും ഇനിയിപ്പോൾ നടത്താൻ പോകുന്നത്. ഞങ്ങൾക്ക് ഫണ്ട് വേണം, ആയുധം വേണം, നിങ്ങളെല്ലാവരും സഹായിക്കണം, ഉക്രൈനോടൊപ്പം നിൽക്കണം എന്നുള്ള വാദഗതികളായിരിക്കും ഇനി ഉയർത്താൻ പോകുന്നത്. കാരണം റഷ്യ ഇപ്പോൾ ഇതിനകത്ത് വെറുതെ ഇരിക്കില്ല. റഷ്യ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മോസ്കോ ടച്ച് ചെയ്യരുത്, എനർജി മേഖല ടച്ച് ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ന് തീർച്ചയായിട്ടും ഇതിന് ശക്തമായിട്ടുള്ള റിട്ടാലിയേഷൻ റഷ്യ നടത്തിയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ അടുത്ത് ബ്രസീലിൽ നിന്ന് വരുന്ന ഒരു വാർത്ത പറഞ്ഞാൽ, ബ്രസീലിന്റെ ഉള്ളിൽ പൊളിറ്റിക്കൽ റൈവൽറി എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള വാക്കുവാദങ്ങളും അടിയും പിടിയും ബഹളവും ഒക്കെയാണ്. അപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഭരിച്ചിരുന്ന ബോൾസനാരോ ഉണ്ടായിരുന്നല്ലോ. ഈ ബോൾസനാരോയുടെ ജയിൽ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തർക്കം, ആ തർക്കമാണ് ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടത്. അതിനെ തുടർന്ന് ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ബോൾസനാരോയ്ക്ക് ഈ രീതിയിൽ 27 വർഷത്തെ കാലാവധി ജയിൽ ശിക്ഷയൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് ഇവരുടെ വാദം. അതായത് ഇതൊരു പൊളിറ്റിക്കൽ കേസാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പൊളിറ്റിക്കൽ മാനങ്ങൾ കൈവരിച്ചുകൊണ്ടുള്ള അന്വേഷണ രീതി ആയിരിക്കണം ഇതിനകത്ത് കൊണ്ടുവരേണ്ടത്. അതിന് പകരം ഒരു പേഴ്സണൽ വൈരാഗ്യം വെച്ചുകൊണ്ട് ലുല ഡി സിൽവ എന്ന് പറയുന്ന നിലവിലെ ബ്രസീലിയൻ പ്രസിഡന്റ് വൈരാഗ്യപൂർവ്വം പെരുമാറുന്നു എന്നുള്ളതിനെ ചൊല്ലിയുള്ള തർക്കം. അങ്ങനെയാണ് അടി നടക്കുന്നത്. ശരിക്കും ഒരു പരിധിവരെ അങ്ങനെ നോക്കി കാണാൻ പറ്റും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ ലുല ഡി സിൽവയുമായിട്ട് ട്രംപ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ചർച്ച നടന്നതിൽ ശരിക്കും ലുല ട്രംപിന്റെ കുറച്ച് വിശ്വസ്തത പിടിച്ചു പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പരിധിവരെ
ബ്രസീലിന്റെ പ്രശ്നങ്ങൾക്ക്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ ലുലാക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അമേരിക്ക ഇച്ചിരി അടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. ഇതിനു മുമ്പാണെങ്കിൽ ബോൾസനാറോയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള വോയിസ് ആണ് അമേരിക്ക ഉയർത്തിയിരുന്നത്. പക്ഷേ ഇപ്പം മിണ്ടുന്നില്ല. അതാണ് സാഹചര്യം. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഇനിയിപ്പോൾ വെറുതെ ഇരുന്നാൽ നടക്കൂല എന്നുള്ള രീതിയിൽ അവർ ആക്രോശപൂർവ്വം പാർലമെന്റിൽ ശബ്ദമുയർത്താൻ തീരുമാനിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ബ്രസീലിയൻ പാർലമെന്റിൽ ഈ ഒരു അടി നടക്കുന്നത്. ഏറ്റവും പാകിസ്ഥാന്റെ ഇമ്രാൻഖാൻ കേസിലും അമേരിക്ക എടുക്കുന്ന നിലപാട് സെയിം നിലപാടാണ്. കാരണം ഇപ്പം അസീം മുനീർ ട്രംപിന്റെ വഴിക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് ട്രംപിന് എന്തെല്ലാം വേണോ അതെല്ലാം തന്നെ അസീം മുനീർ ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് വെറുതെ ഇപ്പൊ ഇമ്രാൻഖാനെ കൊണ്ടുവരുന്നത്? അപ്പൊ അതുകൊണ്ട് ഇമ്രാൻഖാൻ ഇപ്പം നിരന്തരം ജയിലിൽ തുടരേണ്ട സാഹചര്യം. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ട്രംപ് ശരിക്കും IBM CEO അരവിന്ദ് കൃഷ്ണയാണ് IBMന്റെ CEO. പുള്ളിക്കാരനുമായിട്ടാണ് ഈ ഒരു ചർച്ചകൾ നടത്തിയത്. അപ്പോൾ ഒരുപാട് അമേരിക്കക്കാർക്ക് ജോലി കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഇപ്പം ട്രംപ് ശരിക്കും ഈ ഒരു H1B വിസ നയത്തിൽ 5 വർഷത്തെ സോഷ്യൽ മീഡിയ റെക്കോർഡ് പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര് ഇനി H1B വിസയ്ക്ക് അപ്ലൈ ചെയ്താലും അവരുടെ 5 വർഷത്തെ H1B വിസ മാത്രമല്ല കേട്ടോ, വിസിറ്റ് വിസ ആയിക്കോട്ടെ, അതേപോലെ തന്നെ H4 വിസ ആയിക്കോട്ടെ, ഏത് വിസ അപ്ലൈ ചെയ്താലും 5 വർഷത്തെ സോഷ്യൽ മീഡിയ പരിശോധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ പലർക്കും ജോലി കിട്ടിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു സെക്കൻഡറി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാമഗ്രികൾ പരിശോധിക്കും. അത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇത് പണ്ട് തൊട്ടേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു സെക്കൻഡറി ലെവൽ ഇൻസ്പെക്ഷൻ എന്നുള്ള നിലയിലുള്ള ഒരു പരിശോധന ഇനി ഇന്ത്യയിൽ നിന്നല്ല, ഏതാണ്ട് 42 കൺട്രികൾ പറഞ്ഞിട്ടുണ്ട്. ഈ 42 രാജ്യങ്ങളിൽ നിന്ന് ആര് വിസയ്ക്ക് അപ്ലൈ ചെയ്താലും ഡീപ്പായിട്ടുള്ള ഒരു പരിശോധന നടത്തും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പരിശോധന ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അമേരിക്കയ്ക്കെതിരായിട്ടോ, അമേരിക്കൻ ഭരണകൂടത്തിനെതിരായിട്ടോ, അതുപോലെ തന്നെ അമേരിക്കൻ അലൈസിനെതിരായിട്ടോ, അതുപോലെ അമേരിക്കയിൽ ചില പോളിസികളുണ്ട്. ഒരു ഇസ്രായേലിനെതിരായിട്ട് ആന്റി സെമിറ്റിസം, ഇതേപോലത്തെ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഇമാതിരിയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നാൽ പോലും നിങ്ങൾ അമേരിക്കയ്ക്കുള്ളിൽ വരണ്ട എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷെ ഇവിടെ അമേരിക്ക ഒരു കാര്യം മറക്കുന്നുണ്ട്. ഇത് അവരുടെ ഫണ്ടമെന്റൽ ഫാർ റൈറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്താഗതിയിൽ ഒത്തിണങ്ങി പോകുന്ന വിഷയമാണെങ്കിൽ ജോലി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ഫീൽഡ്, ഒരു മേഖലയ്ക്ക് ആളിനെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയ്ക്ക് ആ പ്രത്യേക സ്കില്ലുള്ള ആളിനെയാണ് അവിടെ ആവശ്യം. അപ്പോൾ ആ ഒരു സ്കില്ലുള്ള ആൾക്കാരെ കമ്പനികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ റിലീജിയസ് ഫണ്ടമെന്റലിസം, അതുപോലെ ആന്റി സെമിറ്റിസം, അമേരിക്കയ്ക്കെതിരെയുള്ള നിലപാടുകൾ, വ്യക്തിപരമായ ആശയവിനിമയം നടത്തിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ള ആ ഒരു വിഷയത്തിനെയാണ് ഇവിടെ തടയുന്നത്. അങ്ങനെ ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് അവർ തടയുന്നത്. അപ്പൊ അത് ഇവിടെ ഒരുപാട് അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജോലി മേഖലയിൽ വർക്ക് ഫോഴ്സ്, ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കമ്പനികൾക്ക് വളരെ പരാജയമായിരിക്കും ഈ അമേരിക്കയിൽ ട്രംപ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു നിയമം. ഇത് വളരെ വ്യക്തമായിട്ട് അമേരിക്കയിലുള്ള പല അറ്റോർണികളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ, മറ്റൊരു സൈഡ് കാണുന്നില്ല. സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് കമ്മ്യൂണിറ്റി, സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു എംപ്ലോയി കമ്മ്യൂണിറ്റിയെ എങ്ങനെ രൂപീകരിച്ച് കൊണ്ടുവരും, എങ്ങനെയാണ് കമ്പനി റൺ ചെയ്യാൻ പറ്റുക? അപ്പൊ എന്തായാലും ഈ രീതിയിലുള്ള പോളിസികളൊക്കെയാണ് അമേരിക്കയുടെ ഉള്ളിൽ വരുന്നത്. അപ്പൊ അതുപോലെ ട്രംപ് ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. ഗോൾഡൻ കാർഡ് എന്നുള്ള ഒരു പ്രോഗ്രാം കൂടി ഇപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് $1 മില്യൺ ആണ് അതിന്റെ പ്രൈസ്. അതിപ്പോ ഗ്രീൻ കാർഡ് പോലെ ഒരു കാർഡാണ്, പക്ഷെ ഗോൾഡ് കാർഡ്. അതാണ് ഈ ഒരു സ്കീം. അപ്പൊ ഈ സ്കീമിൽ നിങ്ങൾക്ക് അമേരിക്കയുടെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് താമസിക്കാം. നിങ്ങൾക്ക് ഒരു അമേരിക്കൻ സിറ്റിസനെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ റൈറ്റും ഉണ്ടാവും. പക്ഷേ $1 മില്യൺ നിങ്ങൾ കൊടുക്കണം. അതാണ് ഈ ഒരു $1 മില്യൺ ഗോൾഡൻ കാർഡ് വിസ പ്രോഗ്രാം. പൈസ ഉള്ളവർക്ക് ഇപ്പോൾ അമേരിക്കയിൽ പോയി താമസിക്കണം എന്നുള്ളവർക്ക് $1 മില്യൺ $10 ലക്ഷം നേരെ ഇൻവെസ്റ്റ് ചെയ്യുക, പോയി താമസിക്കാം. അതാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇനി H1B വിസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 5 വർഷത്തെ സോഷ്യൽ മീഡിയ ഹിസ്റ്ററിയുമായിട്ട് വേണം പോകാൻ. പണ്ടൊക്കെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ക്രെഡിബിലിറ്റി, നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ്, നിങ്ങൾക്ക് അമേരിക്കയുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മാന്യമായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ, അത്യാവശ്യം ഒരു 2-3 മാസത്തേക്കെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആളാണോ, വ്യക്തിയാണോ നിങ്ങൾ, എന്താണ് നിങ്ങളുടെ വരുമാന സ്രോതസ്, ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത് ഫോമിൽ. അപ്പം ഇപ്പം അതിനോടൊപ്പം സോഷ്യൽ മീഡിയയുടെ ആ ഒരു ചരിത്രം കൂടി വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.